2026 മെയ് 19 സിറാജ് എഡിറ്റോറിയൽ. ചരിത്ര അപനിർമ്മിതിക്ക് ഇൻഡോർ കോടതിയുടെ പിന്തുണ. നീതിപീഠത്തിന്റെ വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നതാണ് മധ്യപ്രദേശിലെ കമാൽ മൗല മസ്ജിദ് സംബന്ധിച്ച മധ്യപ്രദേശ് ഹൈക്കോടതി വിധിപ്രസ്താവം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മധ്യപ്രദേശ് ദറിലെ ഈ മസ്ജിദിൽ വെള്ളിയാഴ്ച നിസ്കാരത്തിന് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് കോടതി. 11-ാം നൂറ്റാണ്ടിൽ നിർമ്മിതമായതും നൂറ്റാണ്ടുകളോളം മറ്റു അവകാശവാദങ്ങളൊന്നും ഉയരാതെ മുസ്ലിങ്ങൾ ആരാധന നടത്തിവരുന്നതുമായ കമാൽ മൗല മസ്ജിദ് ക്ഷേത്രമാണെന്നാണ് ജസ്റ്റിസുമാരായ വിജയ് കുമാർ ശുക്ല, അലോക് അവസ്ഥി എന്നിവരടങ്ങുന്ന ഹൈക്കോടതി ബെഞ്ചിന്റെ തീർപ്പ്. ജനാധിപത്യ പ്രക്രിയയിലും മതേതര മൂല്യങ്ങളിലും വിശ്വസിക്കുന്ന ഏവരെയും ആഴത്തിൽ ആശങ്കപ്പെടുത്തുന്നതാണ് മസ്ജിദിന്റെ ചരിത്രപരമായ വസ്തുതകളെ ഏകപക്ഷീയമായി നിരാകരിച്ച് മുസ്ലിങ്ങൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന കോടതി നടപടി കേവലം ഒരു പ്രാദേശിക തർക്കമെന്നതിലുപരി രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾക്കും ആരാധനാ സ്വാതന്ത്ര്യത്തിനുമേൽ ഭരണഘടനാ സംവിധാനങ്ങളെ മുൻനിർത്തി വർഗീയ ഫാഷിസ ശക്തികൾ നടത്തിവരുന്ന ആസൂത്രിത അധിനിവേശങ്ങളുടെ തുടർച്ചയായി വേണം ഈ വിധിപ്രസ്താവത്തെ കാണാൻ. കമാൽ മൗല മസ്ജിദ് നിലവിൽ വന്ന ശേഷം 8 നൂറ്റാണ്ടുകാലം മുസ്ലിങ്ങൾ ഇവിടെ നിരാക്ഷേപം ആരാധനകൾ നടത്തി വന്നതാണ്. മസ്ജിദ് സമുച്ചയം രാജാഭോജൻ നിർമ്മിച്ച സരസ്വതി ക്ഷേത്രമാണെന്ന അവകാശവുമായി ആര്യസമാജവും ഹിന്ദു മഹാസഭയും ആദ്യമായി രംഗത്തു വന്നു. എന്നാൽ ദർ നാട്ടുരാജ്യത്തെ അന്നത്തെ ഭരണാധികാരി ഇത് ക്ഷേത്രമല്ല, പള്ളിയാണെന്ന് സ്ഥിരീകരിച്ച് ഉത്തരവിറക്കി. അതോടെ കെട്ടടങ്ങിയ തർക്കം ബാബരി മസ്ജിദ് തർക്കത്തോടെയാണ് പിന്നീട് ഉയർന്നു വന്നതും ഹൈന്ദവ സംഘടനകൾ ക്ഷേത്രമാണെന്ന അവകാശവാദവുമായി സജീവമായി രംഗത്തു വന്നതും. തുടർന്ന് പ്രശ്നത്തിനൊരു താൽക്കാലിക പരിഹാരമെന്ന നിലയിൽ 2003 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ASI മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ചയും ഹിന്ദുക്കൾക്ക് ചൊവ്വാഴ്ചയും ആരാധന നിർവഹിക്കാനുള്ള അനുമതി നൽകി ഉത്തരവിറക്കി. മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ചയുണ്ടായിരുന്ന ആരാധനാ സ്വാതന്ത്ര്യം കൂടി നിഷേധിച്ചിരിക്കുകയാണ് ഇപ്പോൾ മധ്യപ്രദേശ് ഹൈക്കോടതി. ഒരു തർക്കപരിഹാര പ്രക്രിയയിൽ നീതിയുടെ പ്രാഥമിക തത്വങ്ങൾ പാലിക്കപ്പെടണമെങ്കിൽ അതിനായി നിയോഗിക്കപ്പെടുന്ന അന്വേഷണ സംവിധാനങ്ങളും അവർ ആധാരമാക്കുന്ന തെളിവുകളും പൂർണ്ണമായും സുതാര്യവും സംശയങ്ങൾക്ക് അതീതവുമാകണം. കമാൽ മൗല മസ്ജിദ് കേസിന്റെ ഓരോ ഘട്ടത്തിലും സുതാര്യത കൈവെടിഞ്ഞ് ഏകപക്ഷീയമായ തീർപ്പുകളാണ് അധികൃത കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായത്. മസ്ജിദ് കെട്ടിടത്തിന്റെ സ്വഭാവം നിർണയിക്കുന്നതിന് സർവേ നടത്താൻ ASIയോട് കോടതി നിർദ്ദേശിച്ചപ്പോൾ സർവേ നടത്തുന്ന വിദഗ്ധ പുരാവസ്തു ഗവേഷകരിൽ ആർക്കിയോളജിക്കൽ വകുപ്പിലെ മുസ്ലിം ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തണമെന്ന് മസ്ജിദ് വെൽഫെയർ കമ്മിറ്റിയും മുസ്ലിം സംഘടനകളും ആവശ്യപ്പെട്ടിരുന്നു. മുസ്ലിമേതര ഉദ്യോഗസ്ഥർ മാത്രമടങ്ങുന്ന സംഘത്തിന്റെ വിലയിരുത്തൽ ഏകപക്ഷീയമാകാൻ സാധ്യതയുണ്ടെന്ന് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ASI ഒരു കേന്ദ്ര സ്ഥാപനമാണ്. അതിലെ ജീവനക്കാരെ മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല നിയമിക്കേണ്ടതെന്നായിരുന്നു ഇതിനോടുള്ള അധികൃതരുടെ പ്രതികരണം. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ വാദത്തിന് ഒട്ടും പ്രസക്തിയില്ലെന്ന് ബാബരി മസ്ജിദ് മുതൽ ഗ്യാൻവാബി മസ്ജിദ് വരെയുള്ള കേസുകളിൽ പുറത്തുവന്ന ASI റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. കേന്ദ്ര ഭരണകൂടത്തിൻ്റെയും അവർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷിയുടെയും താൽപ്പര്യങ്ങൾക്കനുസരിച്ച് ചരിത്രത്തെയും ശാസ്ത്രത്തെയും വളച്ചൊടിക്കുകയായിരുന്നു ഇതപര്യന്തം ASI. കമാൽ മൗല മസ്ജിദ് പ്രശ്നത്തിലും ഇതുതന്നെ സംഭവിച്ചു. അമുസ്ലിം ഉദ്യോഗസ്ഥർ മാത്രം അടങ്ങിയ സർവേ സംഘം തയ്യാറാക്കിയ റിപ്പോർട്ട് മുസ്ലിം പക്ഷത്തിന്റെ വാദങ്ങളെയും ആ കെട്ടിടത്തിന്റെ ഇസ്ലാമിക വസ്തുശില്പപരമായ സവിശേഷതകളെയും ബോധപൂർവം വിസ്മരിക്കുകയോ ലഘൂകരിക്കുകയോ ചെയ്തു. തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് അനുകൂലമായ വിധം പക്ഷപാതപരമായാണ് സർവേ സംഘം മസ്ജിദിന്റെ അവശേഷിക്കുന്ന അടയാളങ്ങളെയും തൂണുകളിലെ ലിപികളെയും വ്യാഖ്യാനിച്ചത്. ഏകപക്ഷീയമായ ഈ റിപ്പോർട്ടിനെ യാതൊരു പുനഃപരിശോധനയ്ക്കും വിധേയമാക്കാതെ
വേദവാക്യമെന്ന മട്ടിൽ സ്വീകരിക്കുകയും ചെയ്തു ഹൈക്കോടതി. 1991 ആരാധനാലയ സംരക്ഷണ നിയമത്തിൻ്റെ നഗ്നമായ ലംഘനമാണ് ഇൻഡോർ ഹൈക്കോടതി ഉത്തരവ്. 1947 രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന ഏതൊരു ആരാധനാലയത്തിൻ്റെയും മതപരമായ സ്വഭാവം അതേപടി നിലനിർത്തണമെന്നും അതിൽ മാറ്റം വരുത്താൻ പാടില്ലെന്നുമാണ് പാർലമെൻറ്റ് പാസാക്കിയ ആരാധനാലയ സംരക്ഷണ നിയമം അനുശാസിക്കുന്നത്. ചരിത്രപരമായ പൈതൃകങ്ങളെ ഏകപക്ഷീയമായി തിരുത്തിയെഴുതുകയും ഒരു വിഭാഗത്തിൻ്റെ മാത്രം അവകാശങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന കോടതികളുടെയും ASAയുടെയും നിലപാട് ജനാധിപത്യ മര്യാദയ്ക്ക് ചേർന്നതല്ല. രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിലാണ് ഇനി പ്രതീക്ഷ. കീഴ്ക്കോടതികളുടെയും ASAയുടെയും പക്ഷപാതപരമായ നിലപാടുകളെ കൃത്യമായി പരിശോധിക്കാനും ആരാധനാലയ സംരക്ഷണ നിയമത്തിൻ്റെ അന്തസത്ത ഉയർത്തിപ്പിടിക്കാനും സുപ്രീം കോടതി സന്നദ്ധമാകേണ്ടതുണ്ട്. പ്രത്യുത ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതര ജനാധിപത്യത്തിൻ്റെ പൂർണ്ണ തകർച്ചയായിരിക്കും ഫലം. നീതിയുടെ തുലാസ് കൃത്യമായ അളവിൽ തന്നെയെന്ന് ഉറപ്പുവരുത്തുന്നതിൽ പരമോന്നത കോടതി പ്രതിബദ്ധത കാണിക്കുമെന്ന് പ്രതീക്ഷിക്കാം.